ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവിനെ ആശ്വാസധാരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ 50 വയസ്സുള്ള ഒരു സ്കൂൾ അധ്യാപകനാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൻ BBAക്ക് ബാംഗ്ലൂർ പഠിക്കുന്നു. ആദ്യമൊക്കെ അവൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. പിന്നെ ഫോൺ വിളികൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചാലും പലപ്പോഴും എടുക്കാറില്ല. വീട്ടിൽ വന്നാലും ഞങ്ങളോട് അധികം സംസാരിക്കാറില്ല. ബൈക്ക് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും. ഇടയ്ക്ക് കൂട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചു അവൻ ഇടയ്ക്കൊക്കെ മദ്യപിക്കാറുണ്ട് എന്ന്. ആര് പറഞ്ഞാലും കേൾക്കില്ല. ബാംഗ്ലൂരിലേക്ക് ബൈക്ക് കൊണ്ടുപോകരുതെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞു. പക്ഷേ അവൻ ചെവിക്കൊണ്ടില്ല. ഞങ്ങൾക്ക് ആകെ ആധിയാണ്. ആകെ ഞങ്ങൾക്ക് 2 മക്കളല്ലേ ഉള്ളൂ. മൂത്തവനാണ് ഇവൻ. ഇവനെ കണ്ടല്ലേ ഇളയവൻ പഠിക്കുന്നത്. ഇവനെ എങ്ങനെ നന്നാക്കാം എന്ന് ചിന്തിച്ച് തല പുകഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തു. ദയവ് ചെയ്ത് ഇതിനൊരു ഉത്തരം നൽകുക. ഒരു അധ്യാപകൻ്റെ ആത്മാർത്ഥമായ സങ്കട വാക്കുകളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. വാസ്തവത്തിൽ ഈ മനുഷ്യനെ പോലെ തന്നെ പലതരത്തിലും ബുദ്ധിമുട്ടുന്ന മക്കളെക്കുറിച്ചുള്ള ആധി വല്ലാതെ അതിലകപ്പെട്ടിരിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. ഈ പിതാവിൻ്റെ സങ്കടത്തോടെ നമ്മൾ ചേരുകയാണ്. എല്ലാം കൈവിട്ടു പോകുന്നല്ലോ എന്നുള്ളൊരു വലിയൊരു സങ്കടം. പിന്നെ ഒരു ഇളയ മകനുണ്ട്. മൂത്ത മകൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇളയവനും ആ വഴിക്ക് പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ സ്വപ്നങ്ങളൊന്നും പൂവണിയുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു അസ്വസ്ഥത വളരെ വ്യക്തമാണ് ഈ കത്തിൽ. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഈ പിതാവിന് അധികം ഭാരപ്പെടാതെ തന്നെ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ ധൂർത്തപുത്രൻ്റെ ഈശോ അവതരിപ്പിക്കുന്നൊരു പിതാവുണ്ട്. ആ പിതാവിനെ പോലെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാനായിട്ട് സാധിക്കുന്നു. അതൊരു തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കൈവിട്ടു പോയെന്ന് ഓർക്കേണ്ട കാര്യമില്ല. തിരിച്ചു വരാനായിട്ട് പറ്റും എന്നുള്ള നല്ല ഉറപ്പോടുകൂടി കാത്തിരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത്. 2, ഈ ഒരു കാര്യത്തെക്കുറിച്ച് വചനം തന്നെ നമ്മോട് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് മക്കളുടെ കടമയാണ്, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. ഇത് മാത്രമല്ല, 4-ാമത്തെ പ്രമാണം തന്നെ അതാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം കുട്ടികളുടെ അല്ലെ മക്കളുടെ കടമയാണ് മാതാപിതാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ള വചനാധിഷ്ഠിതമായിട്ട്. അതേസമയം തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും കുട്ടികൾക്ക് ശരിയായ ശിക്ഷണം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു കടമയാണ്. രണ്ടും ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. പ്രഭാഷകൻ 30-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാവും, സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. തുടർന്ന് 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: ചെറുപ്പത്തിൽ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ നിർത്താൻ ശ്രദ്ധിക്കുക. വളരെ വ്യക്തമായിട്ട് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചും വരാൻ സാധ്യതയുള്ള വിപത്തിനെക്കുറിച്ചും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ശിക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ ഒരു അഡോളസെൻ്റ് പീരീഡിലുള്ള ഒരു കുട്ടിയാണിത്. ഒരു ലേറ്റ് അഡോളസെൻ്റ് ടൈം എന്നൊക്കെ പറയാവുന്ന BBA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആളാണ്. അതെ. അപ്പോൾ ഈ കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ അറിയണം. ഒരു അഡോളസെൻ്റ് പീരീഡിനെ ഒരു പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് സൈക്കോളജിസ്റ്റുകൾ. അത് സത്യമാണ്. പലതും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വയം കൺട്രോളില്ലാതെ വളരെ വികാരഭരിതമായിട്ട് പലതും പരീക്ഷിച്ചറിയാനായിട്ട് ശ്രമിക്കുകയും എല്ലാത്തിലേക്കും എടുത്തു ചാടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം വളരെയേറെ ഒരു സ്റ്റോം, ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ടൈമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ഒരു ടീനേജിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണത്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഈ വ്യക്തിയെ നമ്മൾ ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ മകനെ നമുക്ക് കാണാൻ. അപ്പോൾ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവൻ്റെ മാനസിക വ്യാപാരങ്ങൾ, അവൻ്റെ വൈകാരിക സാഹചര്യങ്ങൾ, അവൻ്റെ മാനസികവും ശാരീരികവുമായ വികാരങ്ങളുടെ വളർച്ച, ശരീരത്തിൻ്റെ രൂപപ്പെടൽ,
ഇങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ അവനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിനോടുകൂടി ചേർന്ന് ഒരുപക്ഷെങ്കിൽ അവന് പല ഹീറോയിക് പീപ്പിളിനെ കണ്ട് അതിലേക്ക് കടക്കാനായിട്ട് നോക്കും. ഹീറോ വർഷിപ്പ് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാലം. അതെ. അപ്പോൾ അവരുടെ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന ഒരു ഹീറോ ഉണ്ടാവും. ആ ഹീറോയുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണമെന്നോ ധാർമ്മികത എങ്ങനെയാകണമെന്നൊന്നും ആ സമയത്ത് ചിന്തിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ ഉടക്കുന്ന ഒരു ഹീറോ ചിത്രമുണ്ട്. അതാണ് അവനെ മുൻപോട്ട് നയിക്കുന്നത്. അതിലേക്ക് എടുത്തു ചാടാൻ അവൻ ശ്രമിക്കും. അപ്പോൾ ലൈംഗിക മേഖലയിലുള്ള പരീക്ഷണങ്ങൾ നടത്തും, വൈകാരികമായ പല മേഖലകൾക്കും പുറകെ പോകും, ബൗദ്ധികമായ അന്വേഷണങ്ങളിലും വിമർശനങ്ങൾക്കും അവൻ പലപ്പോഴും മുന്നിട്ട് നിൽക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അല്പം വഴിപിഴച്ച ഒരു കൂട്ടുകെട്ടിലേക്ക്, ഇത്തിരി അധാർമികമായ ഒന്നിലേക്ക് ഇടറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുപക്ഷെ ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ചെറുപ്പക്കാരൻ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അകപ്പെട്ടു പോയി, വഴിവിട്ടു പോയി എന്നൊക്കെ ഈ പിതാവ് വല്ലാതെ വേദനിക്കുന്നത്. ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ ഇങ്ങനെ വഴിവിട്ടൊന്നും പോയിട്ടില്ല. ഇത് ഒരു പ്രായത്തിൻ്റെ യാത്രയുടെ വഴിയിൽ ഈ അഡോളസെൻ്റ് പീരീഡിലെ ചില പ്രതിഭാസങ്ങളാണെന്നുകൂടി തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസമാകും. എന്ന് വെച്ചാൽ തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഒരു സാധ്യത അവിടെ തന്നെ കിടപ്പുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സ്ട്രെസ്സിലൂടെയും സ്റ്റോമിലൂടെയും കടന്നു പോയിട്ട് ഇടറിപ്പോകുന്ന പല ജീവിതങ്ങളും പിന്നീട് കുറേ കഴിയുമ്പം പക്വതയിലേക്കും പാകതയിലേക്കും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മടങ്ങി വരുന്നത് ധാരാളം കാണാറുണ്ട്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സാറിനോട്, ഈ അപ്പനോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, തിരിച്ചു വരാനുള്ള ഒരു വാതിലും ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു ഗേറ്റും അടഞ്ഞു പോയിട്ടില്ല എന്നുള്ള ഒരു നല്ലൊരു സദ്വാർത്തയാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഒപ്പം ഇതിനെ നമ്മൾ ക്രിയാത്മകമായിട്ട് സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു പക്ഷെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ ഈ കുടുംബത്തിൽ? ഈ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ. അതെ, വളർച്ചയുടെ വഴിയിൽ ഈ ഒരു ശരിയായ പേരൻറ്റിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. പേഴ്സണാലിറ്റിയുടെ നിർണായക ഘടകങ്ങളായിട്ട് മനഃശാസ്ത്രം പങ്കുവയ്ക്കുന്നത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ജനിതകമായിട്ട് കൈമാറപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. നമ്മുടെ പിടിവിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണത്. ചിലപ്പോൾ ജനിതകമായ അസുഖങ്ങളുണ്ടാകാം, ജനിതകമായ സ്വഭാവ പ്രത്യേകതകളുണ്ടാകാം, ബൗദ്ധിക പ്രത്യേകതകളുണ്ടാകാം, ഇതെല്ലാം ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് ദൈവം തമ്പുരാൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു എൻവയോൺമെൻ്റ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്കേ പറ്റുള്ളൂ. അത് ആരംഭിക്കുന്നത് ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ഉണ്ട്. ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നതാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ശിശുവിന് മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു പരിരക്ഷയുണ്ട്, ഒരു പരിചരണമുണ്ട്. അത് ആ വൈകാരിക മേഖലകളെയും സാഹചര്യങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ടാവണം. നല്ല സന്തോഷമുള്ള, ആത്മീയതയുള്ള, സ്നേഹമുള്ള, പങ്കുവയ്ക്കലുള്ള, കൃപ നിറഞ്ഞ ഒരു ചുറ്റുവട്ടം, ഒരു പരിസരം ഈ മാതാപിതാക്കൾ കുഞ്ഞിന് ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അത് അമ്മയ്ക്കും അപ്പനും വലിയ റോളുണ്ട്. അവിടെ ആരംഭിക്കും വാസ്തവത്തിൽ ശിക്ഷണം എന്നൊക്കെ പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം പറയുന്ന ശിക്ഷണം എന്ന് പറയുന്നത് കേവലം അടി കൊടുക്കുന്ന കാര്യമല്ല, മറിച്ച് ശരിയായ ഒരു എന്താ പറയുന്ന ഒരു രൂപീകരണം, ശൈലി, ഒരു ജീവിതശൈലിയുടെ തന്നെ ഒരു അവസ്ഥയാണ്. അതൊരു ശരിയായ ഒരു ശിക്ഷണം കൊടുത്ത് വേണ്ട രീതിയിൽ പരിപാലിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റണം. അത് കഴിഞ്ഞ് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആദ്യം ആരംഭിക്കുന്നത് പിറന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള ആദ്യത്തെ ആ കുടുംബാന്തരീക്ഷമാണ്. ഈ ആദ്യത്തെ ഒരു 6 വർഷത്തെക്കുറിച്ച് ഫ്രോയിഡൊക്കെ പറയുന്നത്, സൈക്കോളജിയിൽ ആ 6 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആദ്യത്തെ 6 വർഷങ്ങളെന്ന് പറയുന്നത് അവൻ്റെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഫോർമേഷനായിട്ട് മാറും. ആ കാലഘട്ടങ്ങളിൽ ഒരു മെഴുകിൽ പതിയുന്ന ഒരു സ്പർശം പോലെ തന്നെ അത്ര കണ്ട് അടയാളപ്പെടുത്തപ്പെടും. അതുകൊണ്ട് തന്നെ ആ സമയം വളരെ കൃത്യമാണ്, വളരെ സുതാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി ആ കുടുംബാന്തരീക്ഷത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവണം, സ്നേഹിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവണം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ നല്ലതായിരിക്കണം. അവിടെ ആരുടെയും കുറ്റം പറയുകയോ ഒറ്റപ്പെടുത്തുകയോ കുട്ടികളെ തമ്മിൽ പരസ്പരം താരതമ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു പോസിറ്റീവ് അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഭാവാത്മകമായ, ക്രിയാത്മകമായ ഒരു പരിസരം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക, അതാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം.
ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഈ ജയിൽ മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തടവറയിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് വരുന്നവരുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ചുമതലക്കാരനായിരുന്ന കാലത്ത് ശിക്ഷ കഴിഞ്ഞ് വരുന്നവരുടെ റിലീസ്ഡ് പ്രിസണേഴ്സിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അപ്പോൾ അവരുടെ കൂടെയൊക്കെ ജീവിച്ച നാളുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബ അന്തരീക്ഷം അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് ഇവരെയൊക്കെ നല്ല പങ്കും കുറ്റവാളികളാക്കി തീർത്തത്. ബോൺ ക്രിമിനൽസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. പ്രാക്ടിക്കലി നോ വൺ ഈസ് ബോൺ ആസ് ക്രിമിനൽ. അപ്പം വളരെ ചുരുക്കത്തിൽ അങ്ങനെ ഒരു ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയാവുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ എന്താ പിന്നെ ഇവരെ ക്രിമിനലാക്കി തീർത്തത്? അവരുടെ എൻവയോൺമെൻറ്റാണ്. വീട്ടിലെ പ്രതിസന്ധികൾ, വലിയ സംഘർഷാവസ്ഥകൾ, ദാരിദ്ര്യം, പരസ്പരമുള്ള വിദ്വേഷം, വെറുപ്പ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച, കുടുംബ ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥ, അതുപോലെ പരസ്പരം പഴിക്കുന്ന അവസ്ഥ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ട്. മദ്യപാനം, ഇതെല്ലാം ആ കുടുംബത്തെ തകർച്ചയിലേക്ക് നയിച്ചു. ആ തകർന്ന കുടുംബത്തിൽ നിന്നും കുറ്റവാസനകളുണ്ടായി, അവർ കുറ്റവാളികളായി മാറി ജയിലിലെത്തി, അങ്ങനെയൊക്കെ പോന്നേ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ വ്യക്തിയുടെ പ്രത്യേക സാഹചര്യത്തിൻ്റെ പിന്നിൽ ഒരു പക്ഷെങ്കിൽ പലതും ഉണ്ടായിരുന്നിരിക്കാം. ഈ അധ്യാപകൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും. ഒരു കുഞ്ഞിനെ എങ്ങനെ വേണ്ട രീതിയിൽ പരിശീലിപ്പിച്ച് വളർത്തണം എന്നുള്ളതിൻ്റെ ചില സൂചനകൾ കൂടി നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എൻവയൺമെൻറ്റ് സൃഷ്ടിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. പലപ്പോഴും അത് മാതാപിതാക്കളെ തിരിച്ചറിയാതെയാണ് പലപ്പോഴും കുട്ടികളെ കുറ്റം വിധിക്കുന്നത്. പലപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. വളരെ ശരിയാണത്. മാതാപിതാക്കളുടെ റോൾ അവരറിയാതെ ചിലപ്പോൾ അവർ കുഞ്ഞുങ്ങളെ കുറ്റം വിധിച്ചെന്നിരിക്കും. കാരണം അവർ കൊടുക്കേണ്ട പരിശീലനം ശരിയായിട്ട് കൊടുക്കാതെ. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം തന്നെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സഭയിൽ ഈ ഗർഭിണികളായിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി തന്നെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് വരും, അവർക്ക് വേണ്ടി തന്നെയുള്ള പ്രത്യേക ഒരു പരിശീലന പരിപാടി, ഒരു ധ്യാനവും കൗൺസിലിങ്ങും ആവശ്യമായ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ സഭയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. പുതിയതായിട്ട് ഇത് ആരംഭിച്ചതാണ്. പല രൂപതകളിലും ഇതുപോലെ ഈ പേരൻസിന് പ്രത്യേകിച്ച് ഇത്തരത്തിൽ അമ്മയാകുന്നവർക്ക് അല്ലെങ്കിൽ അപ്പനാകുന്നവർക്ക് ആ തരത്തിലുള്ള ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, അതൊക്കെ വളരെ ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരം ആ തരത്തിലുള്ള പരിശീലനങ്ങളോ അത്തരത്തിലുള്ള അറിവ് പ്രദാനം ചെയ്യുന്ന പ്രോഗ്രാമുകളോ ഒന്നും സഭയിലധികം മുമ്പൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ലായിരുന്നിട്ട് പോലും അന്ന് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് കിട്ടിയിരുന്നു എന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം അന്തരീക്ഷം ഇത്രമാത്രം കലുഷിതമല്ലായിരുന്നു. ഇന്ന് വല്ലാതെ സ്ട്രെസ് കൂടി, സാഹചര്യങ്ങൾ വളരെ കലുഷിതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തേനേക്കാൾ കൂടുതൽ ഇന്ന് പരിശീലനങ്ങൾ ആവശ്യമാണ്. പേരൻറ്റിങ്ങിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ കൊടുക്കേണ്ടത് ആവശ്യം. അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഗർഭിണികളായ അമ്മമാർക്ക് കൊടുക്കുന്ന ആ പരിശീലനത്തിലൂടെ അതിനുശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി സന്തോഷവും നല്ല സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടൊക്കെ കാണപ്പെടുന്നുവെന്ന് പല അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. അപ്പം ആ സമയത്ത് കൊടുക്കുന്ന പേരൻറ്റിങ്ങിന് പരിശീലനങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന അവർ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയൊക്കെ നിർണ്ണയിക്കാൻ എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ വഴികളിൽ ഈ ഒരു ആദ്യഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ശരിയായ ഒരു അക്കമ്പനിമെൻറ്റ് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പലപ്പോഴും പേരൻസ് ഒന്നുകിൽ അവരുടെ സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവരെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത് രണ്ടും അപകടകരമാണ്. പേരൻസിൻ്റെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അത് ദുരന്തങ്ങളുണ്ടാക്കും. അതവർക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. അവരുടെ സ്വഭാവത്തിനോ അവരുടെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ചേർന്നാകണം നിർബന്ധമില്ല. അപ്പോൾ കുട്ടിയെ മനസ്സിലാക്കാതെ സ്വന്തം പ്രസ്റ്റീജും സ്ഥാനവും ഇഷ്ടവും ആഗ്രഹവും ഒക്കെ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക ആശയം, ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവുക, സയൻറ്റിസ്റ്റ് ആകുക, ഇങ്ങനെയൊക്കെ പലതും അടിച്ചേൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിമുഖതയുണ്ട്. അത് കുട്ടിയെ തളർത്തിക്കളയും. അതേസമയം മറുവശത്ത് കുട്ടിയുടെ ഇഷ്ടം മാത്രം കണ്ടുകൊണ്ട് കുട്ടിയെ സ്നേഹിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്നു. പേരൻറ്റിൻ്റെയോ കുട്ടിയുടെയോ ഇഷ്ടമല്ല അത് നോക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതമാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണ് അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. അതിനൊരു ഡിസേൺമെൻറ്റ് ആവശ്യമാണ്. എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് തിരിച്ചറിയുന്നത് പ്രാർത്ഥനയിലൂടെ, ഒപ്പം ആ കുഞ്ഞിനോട് സംസാരിക്കുന്നതിലൂടെ, ആ കുട്ടിയുടെ മനോവികാര വിചാരങ്ങൾ അറിയുന്നതിലൂടെ, അവൻ്റെ ആറ്റിറ്റ്യൂഡ്സും ആപ്റ്റിറ്റ്യൂഡ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെയൊക്കെയാണ്
ആ കുട്ടിയെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്തായിരിക്കുമെന്ന് ഈ മാതാപിതാക്കൾക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ സ്നേഹത്തിലാണ് പരിശീലനം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. ഇഷ്ടമെന്ന് പറയുന്നതിനകത്തൊരു സ്വാർത്ഥമുണ്ട്. ഒന്നുകിൽ എൻ്റെ സ്വാർത്ഥം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാർത്ഥം. പേരൻസിൻ്റെയോ കുട്ടിയുടെയോ സ്വാർത്ഥമാണ് പലപ്പോഴും ഇഷ്ടം. സ്നേഹമെന്ന് പറയുന്നത് ദൈവികമാണ്, കാരണം ദൈവം സ്നേഹമാണ്, ദൈവികമായ ഒരു ഭാവമാണ്. അപ്പോൾ സ്നേഹത്തിൽ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക, ഒരു വ്യക്തിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുത്തേണ്ട സമയത്ത് ശരിയായ തിരുത്തലുകൾ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുകയും കറക്ഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന, നന്മ ആഗ്രഹിച്ചുകൊണ്ട് നന്മയിൽ വളർത്തുന്ന ഒരു ശൈലിയായിരിക്കണം. അപ്പം ഭാവിയിൽ എന്തായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും സ്വാർത്ഥപരമായിട്ട് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടോ അധികാര സ്ഥാനങ്ങൾക്കോ വേണ്ടി മാത്രവും ആകരുത്. അവിടെ ഒരു സ്വാർത്ഥമുണ്ട്. പണവും അധികാരവും എല്ലാം നല്ലത് തന്നെ, പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും മറ്റുള്ളവർക്ക് ഉപകരിക്കത്തക്ക രീതിയിലും ആയിരിക്കണം എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് പൊതു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടി ആയിരിക്കണം അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വപ്നങ്ങളാണ് ദൈവിക സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. അതായിരിക്കും ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ ഒരു ശിശുവിനെ, ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതാനുസാരം വേണം അതിനെ വളർത്തിയെടുക്കാൻ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നമ്മുടെ ഓർഫാലിസ് ഗ്രാമത്തിലെ മുസ്തഫ പ്രവാചകൻ പറയുന്നത് അത് തന്നെയല്ലേ, കുട്ടികൾ അല്പകാലത്തേക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച നിധികളാണെന്ന് പറയും. ഖലീൽ ജിബ്രാൻ്റെ. അപ്പോൾ ഈ അഡോളസെൻറ്റ് പീരീഡിൽ കുറച്ചുകൂടി, പിതാവ് മുമ്പേ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണ്, ഈ അഡോളസെൻറ്റ് പീരീഡിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് ഒരു പരിഗണനയും ശ്രദ്ധയും, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പേരൻസ് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഒരു അക്കമ്പനിമെൻറ്റ് ആ സമയത്ത് ആവശ്യമാണ്. അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അമോരിസ് ലത്തീസിയയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനമാണ് കുടുംബത്തിന് വേണ്ടി തന്നെയുള്ളത്. അതിനകത്തൊക്കെ കൃത്യമായിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് പേരൻസിൻ്റെ വലിയൊരു കടമയാണ്. ഒപ്പം പേരൻസിനെ അക്കമ്പനി ചെയ്യേണ്ടത് സഭയുടെയും കടമയാണ്. അതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം സഭ ഈ ദമ്പതികളെ അക്കമ്പനി ചെയ്യണം, ഒപ്പം പേരൻസ് കുഞ്ഞുങ്ങളെ അക്കമ്പനി ചെയ്യണം. അക്കമ്പനി ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കൂടെ നിന്ന് കൂടെ നടക്കുക എന്നൊരർത്ഥത്തിലാണ്. അപ്പോൾ അവരെ ഉപദേശിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ അഡോളസെൻറ്റ് പീരീഡിൽ പലപ്പോഴും പേരൻസിനുള്ള ഒരു തെറ്റിദ്ധാരണ, ഉപദേശിച്ച് കഴിഞ്ഞാൽ അവർ നന്നാകും എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം അത് അഡോളസെൻറ്റ് പീരീഡിലുള്ള പിള്ളേർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഈ അക്കാര്യത്തിൽ നൊട്ടോറിയസ് ആണ് പല അമ്മമാരാണ് കൂടുതൽ ഉപദേശങ്ങൾക്ക് വേണ്ടി മുതിരുന്നത്. ശരിയാവില്ല, നീ എന്നെ കാണിക്കുന്നത്, ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ പോയി അവിടെ എത്തും അല്ലേ, വല്ലതും പഠിക്കാൻ നോക്ക്, എപ്പോഴും ഇതേ ഉള്ള പരിപാടി, ഇങ്ങനെ അങ്ങോട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു നടക്കും. നല്ല ആഗ്രഹത്തോടെയാണ് ഈ പ്രിയപ്പെട്ട അമ്മ ഇതെല്ലാം പറയുന്നത് കുഞ്ഞിനോട്, അല്ലെ മകനോട്, അല്ലെ മകളോട്. അപ്പോൾ അവരിപ്പോൾ ഒരു ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂടി വന്നാൽ ഒരു 6-7 വയസ്സ് വരെയൊക്കെ, 8 വയസ്സ് വരെയൊക്കെ അത്യാവശ്യം ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കും. ഒരു 8 വയസ്സ് കഴിഞ്ഞ് മുമ്പോട്ട് പോയി പ്രത്യേകിച്ച് ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അഡോളസെൻറ്റ് പീരീഡ് പ്രത്യേകിച്ചും ഉപദേശങ്ങളെല്ലാം വെറുക്കപ്പെടും. എല്ലാ ഉപദേശങ്ങളെയും അവർ വെറുക്കുന്നു. ഉപദേശങ്ങൾ വരുംതോറും അവർ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു. അവർ പിന്നെ ഒന്നും മാതാപിതാക്കളോട് പറയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ ഉപദേശങ്ങൾക്ക് പകരം എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളെ അല്ലെ മക്കളെ അങ്ങനെ ഇഷ്ടം പോലെ വിട്ടാൽ മതിയോ? അല്ല. അതാണ് ഈ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത്. അവരോട് സ്നേഹത്തോടെ പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോട് എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. അവിടെ എനിക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാലും എൻ്റെ അപ്പനോട് പറയാൻ എനിക്കൊരു പ്രേമബന്ധം ഉണ്ടായി, അതെൻ്റെ അമ്മയോട് പറയാൻ എനിക്ക് മടിയില്ല. എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ പോയാൽ ശരിയാകുമോ, എന്ത് പറയുന്നു, അമ്മയുടെ അഭിപ്രായം എന്നാ, അപ്പൻ്റെ അഭിപ്രായം എന്നാന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള, ആഹാ നീ ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുകയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അല്ലെങ്കിൽ ഞാനിത് അപ്പനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പപ്പായോട് പറയുന്നുണ്ട്, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ, ഇതിനാണോ പഠിക്കാൻ വിട്ടത്, ഇവിടുന്ന് പോയപ്പോഴത്തന്നെ എന്നെ പറഞ്ഞു വിട്ടു നിന്നോട്, ഇങ്ങനെയൊക്കെ 2 ഡയലോഗുകൾ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ മക്കൾ അപ്പൻ്റെയും അമ്മയുടെ അടുത്തൊന്നും ഷെയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. അതേസമയം തന്നെ വെറും കൂട്ടുകാരനെ പോലെ തോളെ കൈയിടുക എന്നുള്ളതല്ല. റെസ്പെക്റ്റും സ്നേഹവും ചേർന്ന് വരുന്ന ഒരു നല്ല ബന്ധത്തിൽ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ തെറ്റുകൾ പോലും തിരിച്ചറിയുന്ന, തെറ്റുകളിൽ പോലും എന്നെ തള്ളിപ്പറയാതെ എന്നെ നയിക്കുന്ന എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എന്നുള്ള ചിന്ത വളരെ വ്യക്തമായിട്ടുണ്ടാവണം. അതാണ് അതിനകത്തുള്ള ആ ഒരു പ്രധാനപ്പെട്ട അക്കമ്പനിമെൻ്റ് എന്ന് പറയുമ്പം.
പിന്നെ ഈ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം ഒരു കൗൺസിലിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു റെഡിനെസ് എപ്പോഴും ഉണ്ടാവണമല്ലോ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്. അതിപ്പം അങ്ങനെയൊന്നും ബോധപൂർവം അങ്ങനെയുള്ള കൗൺസിലിങ്ങിനൊന്നും ഇരുന്ന് തരാനായിട്ട് സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ തയ്യാറാവില്ല. ഒരുപക്ഷെ നമ്മളിതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് ഈ പിതാവിനോട് ഈ സാറിനോട് നമുക്ക് പറയാനുള്ള ഒരു മറുപടിയിലേക്കാണ് നമ്മളിനി എത്തുന്നത്. വാസ്തവത്തിൽ പ്രധാനമായിട്ടും എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഈ പിതാവ് സ്നേഹപൂർവ്വം ആ ധൂർത്തപുത്രൻ്റെ പിതാവിനെ പോലെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും കൈവിട്ടു പോയില്ല. അത് ആ കാലത്തിൻ്റെ ഈ വയസ്സിൻ്റെ ഒരു പ്രത്യേകതയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ശാന്തമാകാൻ തീർച്ചയായിട്ടും ഒത്തിരി സാധ്യതയുണ്ടെന്നുള്ളത് ഒരു വസ്തുത. ഒപ്പം നേരിട്ടൊരു പക്ഷെങ്കിൽ ഈ മകനോട് ഇപ്പോൾ അധികം ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവനോട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികൾ കണ്ടേക്കാം, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾ. അതെ. അപ്പോൾ അവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരാണ്, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ ആരാണ്, ഒരുപക്ഷെ നല്ല ഹീറോസ് അവൻ്റെ ജീവിതത്തിലും കണ്ടേക്കാം. അവരുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ അവർ വഴിയായിട്ട് അവനിലേക്ക് കടക്കാൻ പറ്റും. ചിലപ്പോൾ അവൻ്റെ നല്ല ഫ്രണ്ട്സ് കണ്ടെന്നിരിക്കും. ആ ഫ്രണ്ട്സിലൂടെ അവനെ നയിക്കാൻ പറ്റും. ഒരുപക്ഷെ അവൻ തന്നെ ഇന്ന് വല്ലാതെ അസ്വസ്ഥനാണ് എന്ന് വേണം കരുതാൻ. അവന് മദ്യത്തിനൊക്കെ അകപ്പെട്ടു പോയെങ്കിൽ അത് തന്നെ അവൻ്റെ അസ്വസ്ഥതയുടെ കൂടി ഭാഗമാകാം. പരീക്ഷണങ്ങളാകാം, അസ്വസ്ഥതകളാകാം, എന്തും അവന് തൃപ്തികരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അപ്പോൾ അവനൊരു കൗൺസിലിങ്ങിലേക്ക് നയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൗൺസിലിങ്ങിന് നേരിട്ട് പോവില്ല. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആയിട്ട് ഒരാൾ തന്നെ ആഗ്രഹത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എന്നെ തന്നെ കണ്ടെത്താനും എന്നെ തന്നെ കൂടുതൽ ബെറ്റർ ആക്കാനും ഞാൻ സമ്മതിച്ച് ഇരുന്ന് കൊടുക്കേണ്ട ഒരു പ്രക്രിയയാണല്ലോ കൗൺസിലിംഗ്. അപ്പോൾ അതിന് അവനെ ഒരുക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറകിലുണ്ടാവണം. അവനെ അടുത്തറിയുന്ന, അവനെ സ്വാധീനിക്കുന്ന ചില വ്യക്തികൾ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പക്ഷെങ്കിൽ ഒരു നല്ല ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിടാനായിട്ട് സാധിച്ചിരിക്കും. അതും അപ്പനും അമ്മയോ പറഞ്ഞു കഴിഞ്ഞാൽ പോകണമെന്നില്ല. അവർ ഞങ്ങളെ തിരുത്തുന്നവരാണ്, അവർ ഞങ്ങളെ അകറ്റുന്നവരാണ്, അവർക്ക് എന്നോട് താല്പര്യമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ അവന് കണ്ടെന്നിരിക്കും. അതുകൊണ്ട് അവൻ്റെ പ്രായത്തിലുള്ള വ്യക്തികൾ വഴിയോ അവൻ്റെ സുഹൃത്തുക്കൾ വഴിയോ അവനെ സ്വാധീനിക്കുന്ന വ്യക്തികൾ വഴിയോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അവനെ എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ മകനോട് ഏതെങ്കിലും തരത്തിൽ മറ്റു പല വഴികളിലൂടെയും ഒന്ന് ബന്ധപ്പെടാൻ കൂടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും സഹായകമാകും. അപ്പോൾ ഈ പ്രിയപ്പെട്ട അധ്യാപകൻ ഒരിക്കലും ദുഃഖിതനാവേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടത്ര കൃത്യമായ ഒരു പരിശീലനം ചെറുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ള പുതിയ ചുവടുവെപ്പുകളുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ തീക്ഷ്ണമായി ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കാൻ പറ്റണം. ആഗസ്തീനോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്രയോ വഴിപഴിച്ചു പോയിരുന്നു. പക്ഷെ തിരിച്ചെത്തിയ ആഗസ്തീനോസ് ഒരു കാലഘട്ടത്തിൻ്റെ മഹാനും വിശുദ്ധനും പണ്ഡിതനുമായി മാറി. വലിയൊരു മെത്രാനായിരുന്നു, പുണ്യവാനാണ്. 4-ാം നൂറ്റാണ്ടിലെ വിഖ്യാതനായ ഒരു 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 ഫിലോസഫറും തിയോളോജിയനും വിശുദ്ധനുമാണ്. ആ മഹാനായ മനുഷ്യൻ രൂപപ്പെട്ടു വന്നതിൻ്റെ പിറകിൽ ഒരമ്മയുടെ നിരന്തരമായ കണ്ണീരിൽ കുതിർന്ന ത്യാഗനിർഭരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന് വലിയ ഫലം ഉണ്ടാക്കാൻ പറ്റും. ആ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും കുറവിൻ്റെ പേരിലായിരിക്കണമെന്ന് നിർബന്ധമില്ല അവനങ്ങനെ ആയിത്തീർന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും തെറ്റായി ചെയ്യുന്നത് കൊണ്ടാണ് ഒരാൾ വഴിതെറ്റിപ്പോകുന്നതെന്ന് അതിൽ തന്നെ അർത്ഥമൊന്നുമില്ല. അതൊരു സാഹചര്യമാണ്, സാധ്യതയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ പിന്നീട് വരുന്ന സാഹചര്യങ്ങളിലൂടെയും അങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ വഴിപ്പിഴവുകൾ വരാം. അതുകൊണ്ട് തീക്ഷ്ണതയോടെ ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും പറ്റണം. ഒപ്പം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിവിധ വ്യക്തികളുടെ സഹായത്തോടെ, സ്വാധീനത്തോടെ ആ വ്യക്തിയെ കുറച്ചുകൂടി ഒരു നന്മയുടെയും ധാർമ്മികതയുടെയും ആത്മീയതയുടെയൊക്കെ വഴിയിലേക്ക് കൊണ്ടുവരാനും ശരിയായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി മുൻപോട്ട് നീങ്ങാനും സാധിക്കണം. ഒരുപക്ഷെ നല്ല ചലഞ്ചുകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നേരിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാനിടയായാൽ അപ്പൻ്റെ സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങളോ ചില കുറവുകളോ ഒക്കെ പങ്കുവയ്ക്കാം. ഉപദേശങ്ങളല്ല, അത്തരം ഷെയറിങ്ങുകളും സഹായകമാകും. അപ്പോൾ നല്ലൊരു ദിശാബോധം കൊടുക്കാനായിട്ട് കൂടെ നിന്നുകൊണ്ട് ഷെയർ ചെയ്യണം. മറുവശത്ത് നിർത്തിക്കൊണ്ടല്ല, മറ്റൊരാളായി കണ്ടുകൊണ്ടല്ല, കൂടെ നിന്ന് പങ്കുവയ്ക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഈ അധ്യാപകൻ, ഈ സാറിന് വലിയ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഈ കാര്യത്തെ സമീപിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടിയും ഈ മകന് വേണ്ടിയും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെ അവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാത്തിരിക്കാം പ്രതീക്ഷയോടെ, ജാഗ്രതയോടെ.
ആശ്വാസധാരയുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalom-television.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.